വീട്ടിൽ നീ ഇനി വേണ്ട. എടി പോടി. വിഷ്ണുവേട്ടാ, എന്നെ ഇവിടെ ഇറക്കിയാ മതി. ഇവിടെയാ? അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്കാ, ഞാൻ അങ്ങോട്ടാക്കാം. അത് വേണ്ട വിഷ്ണുവേട്ടാ, എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് വരാനാവില്ല. എന്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക. അതുകൊണ്ട് കുറച്ചു നേരം എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എന്റെ മനസ്സൊന്ന് ക്ലിയർ ആവും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വെക്കോളാം. ഏയ്, അതൊന്നും വേണ്ട ശ്യാമേ. ആ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞോണ്ടാണോ? ശ്യാമേ, അവരൊക്കെ പറയുന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിന്നാ അതിനൊക്കെ നേരം കാണുള്ളൂ. ശ്യാമേ, നമ്മൾ ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിടണം. വിഷ്ണുവേട്ടനെ എന്റെ സ്വന്തം ഏട്ടനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ പറഞ്ഞതെല്ലാം അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ എനിക്ക് ആവില്ല. പിന്നെ രോഹിത് എന്നെ വെറുക്കുന്നു എന്ന് എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ് അതൊന്നും മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. ഓർക്കും തോറും വല്ലാത്തൊരു വീർപ്പ് മുട്ടല്ല. ചിലപ്പോ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന അതൊക്കെ അങ്ങ് മാറിപ്പോയേക്കാം. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, എവിടെയെങ്കിലും കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. ശ്യാമേ, എന്ന് വെച്ച് നിന്നെ എനിക്ക് വഴിയിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? മനസ്സും മരവിച്ച എന്റെ ജീവിതം പാതി വഴിയിലായി പോയതിനോളം വരില്ലല്ലോ ഇതൊന്നും. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. പിന്നെ ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഉറപ്പ് തരാം. അങ്ങനെ ഒരു മണ്ടത്തരത്തിനും ശ്യാമ ഇനി നിൽക്കില്ല. എന്നാൽ വിഷ്ണുവേട്ടാ, എനിക്കൊന്ന് തനിച്ച് നടക്കണം. എങ്കില് എന്റെ തലയ്ക്കകത്തെ മരവിപ്പൊന്ന് മാറും. വിഷ്ണുവേട്ടാ, ദയവ് ഇത് വണ്ടി ഒന്ന് നിർത്ത്. വിഷ്ണുവേട്ടാ, നിർത്ത്. വിഷ്ണുവേട്ടൻ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, അല്പസമയം ഒന്ന് തനിച്ചിരുന്ന എന്റെ മനസ്സൊന്ന് ശാന്തമാകും. എന്നിട്ട് ഞാൻ വന്നേക്കാം. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. നീ വന്നേക്കണേ. വന്നേക്കാം.